ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്ക് ചില ആളുകളെ വർഷങ്ങളായിട്ട് പരിചയം ഉണ്ടായിരിക്കാം. എന്നാൽ ആ ബന്ധങ്ങളൊക്കെ ഒരു ദിവസത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു മിനിറ്റിൻ്റെയോ ഒരു നിമിഷത്തിൻ്റെ ഒക്കെ ആയുസമുള്ളൂ. എന്നാൽ വേറെ ചിലരുണ്ട്, നമ്മൾ എവിടെയൊക്കെ കണ്ടു മടങ്ങിയ ചില മനുഷ്യര് ഒരു നിമിഷത്തിന്റെ ആയുസുള്ള അവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ ബന്ധങ്ങൾ. എന്നാൽ വർഷങ്ങളുടെ പതിറ്റാണ്ടുകളുടെ ബന്ധം നമുക്ക് അവരുമായിട്ടുള്ള ബന്ധത്തിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം എന്താണ്? ചുരുക്കി പറഞ്ഞാൽ, എത്ര കാലം അറിയുന്നു എന്നുള്ളതല്ല, എങ്ങനെയായിരിക്കും ആ ബന്ധങ്ങൾ എന്നാണ്. പ്രിയമുള്ളവരെ, ചില ബന്ധങ്ങൾ ഇങ്ങനെയാണ്. നമ്മൾ അവരെ വിവാഹം വിളിച്ചില്ലെങ്കിൽ, നമ്മളൊരു ബർത്ത്ഡേ പാർട്ടിക്ക് ക്ഷണിച്ചില്ലെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അവരെ സഹായിച്ചില്ലെങ്കിൽ, അറ്റുപോകുന്ന ബന്ധങ്ങളും നമ്മളുടെ നേരെ മുഖം തിരിക്കുന്ന, മുഖം കറക്കുന്ന ബന്ധങ്ങളുമാണ്. എന്നാൽ നമ്മൾ വകവയ്ക്കാത്ത, നമ്മൾ നിസ്സാരരായി കാണുന്ന ചില മനുഷ്യരുണ്ട്. ഒരുപക്ഷെ നമ്മൾ അവരെ വലിയ നമ്മളുടെ പ്രോഗ്രാമുകൾക്കോ നമ്മളുടെ ഫങ്ഷൻസ് ഒന്നും അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ലായിരിക്കാം. അവരെ നമ്മൾ തള്ളിക്കളഞ്ഞവരായിരിക്കാം. പക്ഷെ നമ്മുടെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ആ ബന്ധങ്ങളൊക്കെ വിലയേറിയതായിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. ഭൂമിയിലെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ തള്ളിക്കളഞ്ഞ ചില കല്ലുകളാണ് മൂലക്കല്ലുകളായിട്ട് മാറുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളുണ്ട്. പക്ഷെ നമ്മുടെ തകർച്ചയിൽ എത്ര സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ വരും? നമ്മുടെ പതർച്ചയിൽ എത്ര സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ വരും? കൂട്ടുകാരത്ത് കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് ബൈക്ക് റേസിങ്ങിന് പോയൊരു കുട്ടി ആക്സിഡന്റിൽപ്പെട്ട് കുറച്ചു കാലം അവൻ വീട്ടിൽ തളർന്നു കിടക്കേണ്ട അവസ്ഥയുണ്ടായി. അവൻ എന്നോട് പങ്കുവെച്ചത്, ജീവിതത്തിൽ ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ആരോഗ്യവും സമ്പത്തും സൗഭാഗ്യങ്ങളും ഉള്ളപ്പോഴുള്ള നമ്മളുടെ സമയം പോക്കിന് ഉപകരിക്കുന്ന ചിലതാണ്. എന്നാൽ ചില ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ തകർച്ചയിൽ ഓടിയെത്തി നമ്മളെ സഹായിക്കുന്നവരാണ്. അവനിങ്ങനെയാ പങ്കുവെച്ചത്, അച്ഛാ, ഞാൻ ഈ കട്ടിലിൽ 6 മാസമായിട്ട് കിടന്നിട്ട് ഞാൻ സ്നേഹിച്ച, കരുതിയ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് വിശ്വസിച്ച പലരും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. മനുഷ്യന്റെ കടപ്പാടുകൾ ഇപ്രകാരമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് കടപ്പാട് മനുഷ്യരോടല്ല, കർത്താവിനോടായിരിക്കണം. 34-ാമത്തെ സങ്കീർത്തനം 7-ാമത്തെ വാക്യം പറയുകയാണ്, കർത്താവൻ തന്റെ ഭക്തന്മാരെ പാളയമടിച്ച് വേലി കെട്ടി സംരക്ഷിക്കുന്നു. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ തകർച്ചകളിൽ നിന്റെ യഥാർത്ഥ കൂട്ടുകാരൻ, നിന്റെ യഥാർത്ഥ സ്നേഹിതൻ, നിന്റെ യഥാർത്ഥ ബന്ധക്കാരൻ കർത്താവ് മാത്രമാണ്. അവനെ മാത്രം നമുക്ക് മുറുകെ പിടിക്കാം. അവൻ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. വേറെ ആരും നമ്മുടെ കൂടെ കാണില്ല. നമ്മുടെ ബന്ധുക്കൾ നമ്മൾ ഉപേക്ഷിക്കും. നമ്മുടെ മാതാപിതാക്കൾ ഒരു പക്ഷെ ഉപേക്ഷിച്ചേക്കാം. നെഞ്ചോട് ചേർത്ത് വെച്ച സ്വന്തം സഹോദരങ്ങൾ നമ്മളെ തള്ളിക്കളയും. പ്രാണപ്രിയരെ പോലെ കൊണ്ടു നടന്ന ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാരൊക്കെ നമ്മളെ തള്ളിക്കളയും. തള്ളിക്കളയാത്ത ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് വീണ്ടും വാനമേഘത്തിൽ വരുന്ന ഏകരക്ഷകനായ കർത്താവായ യേശുക്രിസ്തു മാത്രം. അവനെ മുറുകെ പിടിക്കാൻ നമുക്ക് ക്രിസ്തുവിനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ക്രിസ്തുവാണ് നമ്മുടെ സ്വന്തക്കാരൻ. അവനിൽ മാത്രം ആശ്രയം വയ്ക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.